गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। ഇവിടെ കർമ്മയോഗത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കർമ്മവും കർമ്മയോഗവും തമ്മിലുള്ള വ്യത്യാസം. ഭഗവാൻ തൻ്റെ ഉപദേശമധ്യേ ഒരിടത്ത് പറയും, ദൂരേണ ഹ്യവരം കർമ്മ ബുദ്ധിയോഗാത് ധനഞ്ജയ. എന്നിട്ട് ഒരു ഉപദേശം നൽകും, ബുദ്ധൗ ശരണമന്വേച്ഛ. ഇല്ലെങ്കിലുള്ള അവസ്ഥ വിശേഷിപ്പിക്കും കൃപണാ ഫലഹേതവ എന്ന്. എന്താണ് കർമ്മവും കർമ്മയോഗവും തമ്മിലുള്ള വ്യത്യാസം? ദൂരേണ ഹ്യവരം കർമ്മ. ഹി നിശ്ചയമായും, ഒട്ടും സംശയമില്ല, ദൂരേണ തീർത്തും, അവരം നികൃഷ്ടം കർമ്മ. കർമ്മം വളരെ താണതാണ്. കർമ്മം വളരെ താണതാണ്. താണത് ഉയർന്നത് എന്നൊക്കെ പറയുമ്പോൾ അത് ആപേക്ഷികമാണ്. എന്തിൻ്റെ അപേക്ഷയിൽ താണത്, എന്തിൻ്റെ അപേക്ഷയിൽ ഉയർന്നത്? ഭഗവാൻ പറയാണ് ബുദ്ധിയോഗാത്. ബുദ്ധിയോഗത്തെക്കാൾ എത്രയോ താണതാണ് കർമ്മം. എന്താ അവിടെ ബുദ്ധിയോഗം? അവിടെ ബുദ്ധിയോഗം എന്നുള്ളത് സമത്വബുദ്ധിയാണ്. എന്ത് സമത്വബുദ്ധി? സിദ്ധിയിലും അസിദ്ധിയിലുമുള്ള സമത്വബുദ്ധി. കർമ്മത്തിലേ നമുക്ക് അധികാരമുള്ളൂ, ഫലം സ്വാഭാവികമായി കർമാനുസാരം വന്നു ചേരുന്നതാണ് എന്ന തിരിച്ചറിവിൽ നിന്ന് ഫലസംബന്ധിയായി നമുക്കുണ്ടാവുന്ന സമത്വബുദ്ധി. നമ്മൾ ചെയ്യാനുള്ളത് ഭംഗിയായി ചെയ്തു, എൻ്റെ ഭാഗത്തുനിന്ന് ഒരു ക്രിയാലോപമോ ദോഷമോ ഇല്ല, അത്രേ എനിക്ക് സാധിക്കൂ. ഇനി എന്താണോ അതിന് സഹജവും സ്വാഭാവികവുമായ ഫലം, അത് വന്നു ചേരട്ടെ. അത് സിദ്ധിയാകട്ടെ അസിദ്ധിയാകട്ടെ, അതിനാൽ ബാധിക്കപ്പെടാത്ത, അവയ്ക്ക് ഉപരി വർത്തിക്കാനുള്ള, വീണ്ടും വീണ്ടും കുശലതയോടെ ചെയ്തുകൊണ്ടേയിരിക്കാനുള്ള ആ ഒരു ബുദ്ധി, അതാണ് സമത്വബുദ്ധി. ആ സമത്വബുദ്ധിയുടെ ചേർച്ചയാണ് ബുദ്ധിയോഗം. അങ്ങനെ ബുദ്ധിയോഗം വരുമ്പോൾ കർമ്മം കർമ്മയോഗമാകുന്നു. എപ്പോൾ കർമ്മഫലത്തെ സംബന്ധിച്ച് നമ്മിൽ സമത്വബുദ്ധി വരുന്നുവോ
അന്നിമിഷം കർമ്മം കർമ്മയോഗമായി മാറി. അപ്പോൾ നിശ്ചയമായും ഹേ ധനഞ്ജയ, അല്ലയോ അർജുന, കർമ്മ ദൂരേണ അവരം, കർമ്മം വളരെയധികം താഴ്ന്നതാണ്. എന്തിനേക്കാൾ? ബുദ്ധിയോഗാത്, ബുദ്ധിയോഗത്തേക്കാൾ. എന്ന് പറഞ്ഞാൽ കർമ്മയോഗം കർമ്മത്തേക്കാൾ എത്രയോ ഉയർന്നതാണ്. എപ്പോൾ സമത്വബുദ്ധി നമ്മിലുണ്ടോ അപ്പോൾ നമ്മുടെ കർമ്മം എത്രയോ ഉത്കൃഷ്ടമായി. ഇന്നലെ വരെ നമ്മൾ ചെയ്ത അതേ ക്രിയകൾ തന്നെയാവട്ടെ, ഒരു മാറ്റവുമില്ല. അല്പനേരം മുമ്പ് വരെ നമ്മൾ ഏതൊരു ക്രിയയെ ചെയ്തുവോ അതേ ക്രിയയാണ് ഇപ്പോഴും ചെയ്യപ്പെടുന്നത്. പക്ഷേ എപ്പോൾ നമ്മുടെ ഭാവന സമത്വബുദ്ധിയുക്തമാണോ, ഫലത്താൽ വ്യതിചലിക്കപ്പെടാത്തതാണോ, സ്വസ്ഥമാണോ, അപ്പോൾ നമ്മുടെ കർമ്മം കർമ്മയോഗമായി. അതെത്രയോ ഉത്കൃഷ്ടമാണെന്നാണ് പറയുന്നത്. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു, അതുകൊണ്ട് ബുദ്ധൗ ശരണമന്വേച്ഛ, നീ കർമ്മയോഗത്തിൽ ശരണത്തെ പ്രാപിക്കാൻ ഇച്ഛിച്ചാലും, നിന്നിൽ നിക്ഷിപ്തങ്ങളായ കർമ്മങ്ങളെ കർമ്മയോഗമായി അനുഷ്ഠിച്ചാലും, അതിനായിക്കൊണ്ട് നീ അന്വേഷിച്ചാലും, അതിനായിക്കൊണ്ട് നീ പരിശ്രമിച്ചാലും, കർമ്മത്തെ കർമ്മയോഗമായി അനുഷ്ഠിക്കൂ. ഈ ഒരു ഉപദേശം നൽകിയ ശേഷം ഇതനുസരിച്ചില്ലെങ്കിലുള്ള ദോഷം ചൂണ്ടിക്കാണിക്കുകയാണ്. കൃപണാ ഫലഹേതവ, ഫലഹേതുക്കൾ കൃപണന്മാരാണ്. കൃപണൻ, നിസ്സാരൻ. കൃപണൻ എന്നുള്ളതിന് വേദാന്തത്തിൽ, ഉപനിഷത്തിൽ അജ്ഞാനി എന്നർത്ഥമുണ്ട്. അജ്ഞാനി, കൃപണൻ എന്നർത്ഥമുണ്ട്. എങ്കിലും ലോകസാമാന്യ ഭാഷയിൽ കൃപണൻ എന്നതിന് നിസ്സാരൻ, ഹീനൻ എന്നൊക്കെയാണ് അർത്ഥം. കൃപണൻ. അപ്പം കൃപണാ ഫലഹേതവ, ഫലത്തിന് വേണ്ടി മാത്രം കർമ്മം ചെയ്യുന്നവർ, ഫലത്തിന് വേണ്ടി മാത്രം കർമാനുഷ്ഠാനം ചെയ്യുന്നവർ കൃപണന്മാരാണ്. ഹേ അർജുന, നിസ്സാരന്മാരാണ്. നീ അങ്ങനെ ആവരുതേ. ഇതാണ് കർമ്മവും കർമ്മയോഗവും തമ്മിലുള്ള വ്യത്യാസം. അപ്പം എന്താകുന്നു കർമ്മയോഗം? ഫലകാംക്ഷയില്ലാതെ ചെയ്യപ്പെടുന്ന കർമ്മമാകുന്നു കർമ്മയോഗം. ഇത് പ്രസംഗിക്കാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് ഫലകാംക്ഷയില്ലാതെ കർമ്മം ചെയ്യുക എന്ന കർമ്മയോഗത്തെ നേടിയെടുക്കാൻ നമുക്ക് ഉപായങ്ങൾ ആവശ്യമുണ്ട്. ആ ഉപായത്തെയാണ് നമ്മൾ വിസ്തരിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചത്. ഈശ്വരാർപ്പണ ഭാവന. ഈ കർമ്മത്തിലൂടെ ഞാൻ ഭഗവാനെ പൂജിക്കുകയാണെന്ന ഭാവനയോടുകൂടി നമ്മൾ എപ്പോൾ കർമ്മത്തെ അനുഷ്ഠിക്കുന്നുവോ അപ്പോൾ പരിമിതങ്ങളായ ഫലാകാംക്ഷകൾ താനേ കൊഴിഞ്ഞു പോകും. അങ്ങനെയുള്ള കർമ്മങ്ങൾക്ക് എന്തെന്ത് ഫലമുണ്ടോ അതെല്ലാം ഭഗവത് പ്രസാദമെന്ന ഭാവം അഥവാ ഭാവന നമ്മിൽ ഉറയ്ക്കും. അങ്ങനെ ഈശ്വരാർപ്പണ ഭാവത്തിൽ അനുഷ്ഠിച്ച് കർമ്മയോഗമാകുന്ന ആ ഒരു തലത്തിലേക്ക് നീ ഉയർന്നാലും, ഇതാണ് ഉപദേശിച്ചത്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു, കർമാചരണത്തെ യോഗമാക്കാനാണ് ഉപദേശിച്ചത്. ഒന്നുകൂടി പറയാം, കർമാചരണത്തെ യോഗമാക്കാനാണ് ഉപദേശിച്ചത്. കർമ്മം സ്വകർമ്മമാണ്, കർമ്മം കർത്തവ്യമാണ്. അകർത്തവ്യത്തിന് കർമ്മം എന്ന് പറയാറില്ല, അകർത്തവ്യത്തിന് വികർമ്മം എന്നാ പറയാറ്. ഈ വിഷയവും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞ വിഷയമാണ്. വികർമ്മമാണ്. എന്തെങ്കിലും വികർമ്മം ചെയ്തിട്ട് ഞാൻ ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടിയാണ് ചെയ്യണത് എന്ന് പറഞ്ഞാൽ അത് കർമ്മയോഗമാവില്ല. വികർമ്മയോഗം എന്നൊരു പദം ശാസ്ത്രത്തിലോട്ടില്ല താനും. അങ്ങനെ ആരെങ്കിലും പറഞ്ഞു വെച്ചാൽ വികർമ്മയോഗം അതിന് പറയണം. അങ്ങനെ ഒരു പദം ശാസ്ത്രത്തിലെങ്ങും ഇല്ല, അങ്ങനെ ആരും പ്രയോഗിച്ചിട്ടില്ല. നമുക്ക് പ്രയോഗിച്ചൂടെ എന്ന് ചോദിച്ചാൽ വികർമ്മവും യോഗവും തമ്മിൽ ഒട്ടും ചേരുന്നില്ല. കർമ്മയോഗമെന്നേ പറയാവൂ.
അതുകൊണ്ട് സ്വധർമാഖ്യങ്ങളായ, സ്വധർമ്മം എന്ന പേരുള്ള കർമ്മങ്ങൾ എപ്പോൾ ഈശ്വരാർപ്പണ ഭാവനയോടെ ഫലകാംക്ഷ ഇല്ലാതെ ചെയ്യുന്നുവോ അപ്പോൾ അത് കർമ്മയോഗം എന്ന് പറയാം. ഈ വിഷയം ചിന്തിച്ചപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കർമാചരണമല്ലാതെ പ്രവൃത്തിമാർഗ നിരതനെ സംബന്ധിച്ച് കർമ്മത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ അഥവാ കർമ്മബന്ധനത്തിനുപരി എത്താൻ വേറെ വഴിയില്ല എന്ന് ചിന്തിച്ചു. അതാണ് കുർവന്നേവേഹ കർമാണി ജിജീവിഷേ ഛതം സമാഹ ഏവം ത്വയി നാന്യധേതോസ്തി എന്നുള്ള മന്ത്രമാണ് ഇന്നലെ നമ്മൾ വിചാരത്തിന് തുടങ്ങിയത്. അതുവരെ പല വിഷയങ്ങളും ചിന്തിച്ചു, ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അവിടെ പറഞ്ഞത് കർമ്മം ചെയ്തുകൊണ്ട് 100 വർഷം ജീവിക്കാൻ ആഗ്രഹിക്കൂ, ഇച്ഛിക്കൂ, പരമാവധി കാലം പരമായുസ് നേടി എടുക്കാൻ പരിശ്രമിക്കൂ, ജീവിക്കാൻ ഇച്ഛിക്കൂ, പരമായുസ് വരെ. അത് 100 വയസ്സാണ് നിരൂപണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. എത്ര കാലം ജീവിക്കാൻ ഇച്ഛിക്കുന്നു അത്രയും കാലം കർമ്മം ചെയ്തുകൊണ്ട് ജീവിക്കാൻ ഇച്ഛിക്കൂ. അപ്പം എന്താണ് കർമ്മം? കർമ്മം പറഞ്ഞു വിഹിതമാണ് കർമ്മം. വിഹിതമാണ് കർമ്മം, അവിഹിതം കർമ്മമല്ല. അത് ദേശം, കാലം, വ്യക്തി എന്നിവയ്ക്കനുസരിച്ച് മാറുന്നതാണ്. ഒരു ദേശത്തിൽ വിഹിതമായിരിക്കില്ല വേറൊരു ദേശത്തിൽ, ഒരു കാലത്തിൽ വിഹിതമായിരിക്കില്ല വേറൊരു കാലത്തിൽ. ഇതൊക്കെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. അതിൽ വളരെ പ്രധാനമാണ് ആശ്രമഭേദങ്ങൾ, ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലെ അവസ്ഥാവിശേഷങ്ങൾ. ആ അവസ്ഥാവിശേഷങ്ങളെ പരിഗണിക്കുമ്പോൾ സാമാന്യമായി ഒരു ബുദ്ധി ഉറക്കുക എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതുവരെ പ്രത്യേകിച്ച് കർത്തവ്യങ്ങൾ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടില്ല. സ്വയം പഠിക്കാനുള്ള, ശാസ്ത്ര പഠനത്തിനുള്ള, ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെ സംബന്ധിച്ചും മാർഗത്തെ സംബന്ധിച്ചുമൊക്കെ പഠിക്കാനുള്ള സാമർഥ്യം കൈവന്നു കഴിഞ്ഞാൽ മാത്രമേ ഒരാളിൽ കർത്തവ്യം വിധിക്കപ്പെട്ടിട്ടുള്ളൂ. അതായത് ഒരു വ്യക്തിയുടെ ഔപചാരികമായ വിദ്യാർത്ഥി ജീവിതം ആരംഭിക്കുന്നത് മുതൽ, ഔപചാരികമായ വിദ്യാർത്ഥി ജീവിതം ആരംഭിച്ചാൽ അയാൾ ശാസ്ത്രദൃഷ്ട്യാ ബ്രഹ്മചാരിയാണ്. അങ്ങനെ ബ്രഹ്മചാരിയെ സംബന്ധിച്ചുള്ള കർത്തവ്യം ചിന്തിച്ചു, അത് പഠിക്കുക 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 എന്നതാണ്. സാന്ദർഭികമായി പോരാടലല്ല എന്ന് സൂചിപ്പിച്ചു. ഗൃഹസ്ഥാശ്രമിയെ സംബന്ധിച്ച് ഒട്ടനവധിയുണ്ട്. കർത്തവ്യാചരണത്തിനുള്ള ഭാരം ഏറ്റവും അധികം വഹിക്കുന്നത് ഗൃഹസ്ഥാശ്രമിയാണ്. ഭാരാക്രാന്തനാണ് ഗൃഹസ്ഥാശ്രമി. ഒരുപാട് ഭാരങ്ങളുണ്ട്, ചുമന്നേ മതിയാവും. ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കുന്നതിന് മുമ്പ് എന്ത് വിചാരവും ചെയ്യാം, സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ വലിക്കല്ലാണ്ട് വഴിയില്ല. നുകത്തിൽ കഴുത്ത് ഘടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ വലിക്കല്ലാണ്ട് വഴിയില്ല. നുകത്തിൽ വെക്കുന്നതിന് മുമ്പ് ആലോചിക്കാം വേണോ വേണ്ടയോ എന്നൊക്കെ, പിന്നെ വലിക്കല്ലാണ്ട് വഴിയില്ല, വലിച്ചോളുക. കാരണം ഏറ്റവും ജ്യേഷ്ഠ ആശ്രമിയാണ് ഗൃഹസ്ഥൻ. എപ്രകാരം വായു സർവ ജന്തുക്കളെയും നിലനിർത്തുന്നുവോ അപ്രകാരം സർവരെയും പരിപാലിക്കുന്നത് ഗൃഹസ്ഥന്മാരാണ്. ഉത്പാദന മേഖലയിൽ പ്രവർത്തിച്ച് രാഷ്ട്രത്തെ സമൃദ്ധമാക്കുന്നത് ഗൃഹസ്ഥന്മാരാണ്. തദ്വാര സമാജത്തിലെ മറ്റെല്ലാ അംഗങ്ങളെയും നിലനിർത്തുന്നത്, പരിപാലിക്കുന്നത് ഗൃഹസ്ഥന്മാരാണ്. അതുകൊണ്ട് തന്നെ ഗൃഹസ്ഥന് കർത്തവ്യമേറെയാണ്, എണ്ണി പറഞ്ഞാൽ തീരില്ല. നമ്മൾ ഇന്നലെ ഗൃഹസ്ഥാശ്രമിയെ സംബന്ധിച്ചുള്ള പ്രാഥമികങ്ങളായ ചില കർത്തവ്യങ്ങളെക്കുറിച്ച് ശ്രുതി പറയുന്നതിനെ അനുസന്ധാനം ചെയ്യാനാണ് ആരംഭിച്ചത്. അവിടെ തൈത്തിരീയ ഉപനിഷത്തിലെ ശിക്ഷാവല്ലിയിൽ പറഞ്ഞ ചില മന്ത്രങ്ങൾ സൂചിപ്പിച്ചു. പ്രജാതന്തുമാ വ്യവച്ഛേത്സീഹി സത്യാന്ന പ്രമദിതവ്യം
ധർമാന്ന പ്രമദിതവ്യം. ഇത്രയും ഭാഗം ചിന്തിച്ചു. ഇപ്പം ധർമ്മത്തിൽ നിന്ന് നീ പ്രമാദം ചെയ്യരുത് എന്ന് പറയുമ്പോൾ അവിടെ പ്രധാനമായിട്ട് വരുന്ന പഞ്ചമഹായജ്ഞങ്ങളെക്കുറിച്ച് ഇന്നലെ പറഞ്ഞു. അവയിൽ ബ്രഹ്മയജ്ഞത്തെയും പിതൃയജ്ഞത്തെയും ദൈവയജ്ഞത്തെയും കുറിച്ച് സാമാന്യം വിസ്തരിച്ച് തന്നെ ഇന്നലെ പറഞ്ഞു. അതാണ് മുഖ്യം. 5 യജ്ഞങ്ങൾ അവശ്യ കർത്തവ്യങ്ങളായി ഉണ്ടെങ്കിലും അവയിൽ പ്രധാനം ഏതാണെന്ന് ചോദിച്ചാൽ 3 യജ്ഞങ്ങളാണ്. അതിൽ മറ്റെല്ലാം അന്തർഭവിക്കും. അത് മനു തൻ്റെ സ്മൃതിയിൽ ഒരിടത്ത് പറയുന്നുണ്ട്, ഋണാനി ത്രീണ്യ അപാകൃത്യ മനോമോക്ഷേ നിവേശയേതെന്ന്. 3 കടങ്ങളെ വീട്ടിയിട്ട് മനസ്സിനെ മോക്ഷമാർഗത്തിൽ ഘടിപ്പിച്ചോളൂ എന്ന്. അപാകൃത്യ എന്നുള്ളതിന് വീട്ടിയിട്ടെന്നും മാറ്റിയിട്ടെന്നും അർത്ഥഭേദങ്ങൾ കൽപ്പിക്കാം. പിന്നെ സമാജത്ത് പ്രസംഗിക്കായതുകൊണ്ട് മാറ്റിയിട്ട് എന്നുള്ള അർത്ഥം പറഞ്ഞില്ല നടുകൂട്ടിയാൽ മതി. വ്യക്തമായെന്ന് വിചാരിക്കുന്നു. 3 കടങ്ങളെ മാറ്റിയിട്ടെന്നും പറയാം, അപാകൃത്യ വീട്ടിയിട്ട് എന്നും പറയാം. നമ്മളൊരു സമൂഹത്തിൽ സംസാരിക്കായതുകൊണ്ട് മാറ്റിയിട്ട് എന്നർത്ഥം പറയാതെ വീട്ടിയിട്ട് എന്നർത്ഥം പറഞ്ഞു. എന്നാൽ ആർക്കും ഒരു പരാതി ചിദാനന്ദഗുരുസ്വാമിയെക്കുറിച്ചുണ്ടാവില്ല. അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഉപായം പ്രയോഗിച്ചത്. അതായത് നമുക്കൊക്കെ 5 കടങ്ങളുണ്ട്. പിതൃക്കളോട് നമ്മൾ കടപ്പെട്ടിട്ടുണ്ട്, ദേവകളോട് കടപ്പെട്ടിട്ടുണ്ട്, ഋഷിമാരോട് കടപ്പെട്ടിട്ടുണ്ട്, മറ്റു മനുഷ്യന്മാരോട് കടപ്പെട്ടിട്ടുണ്ട്, മറ്റ് ജീവജാലങ്ങളോട് കടപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ 5 കടങ്ങൾ ജന്മസിദ്ധമായി നമുക്കൊക്കെയുണ്ട്. ജന്മജങ്ങളാണ്, ജന്മഭാവികളാണ് കടങ്ങളൊക്കെ. ജന്മത്തോടു കൂടെയുള്ളതാണ്. കടങ്ങളോട് കൂടിയാണ് നമ്മളൊക്കെ ജനിക്കുന്നത് തന്നെ. ആ കടക്കണി ആലോചിച്ചിട്ടാണോ കരഞ്ഞുകൊണ്ട് വരുന്നത് എന്നറിയില്ല. എന്തായാലും കടങ്ങളുടെ ലോകത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ പിന്നെ കടം വീട്ടണം. സബ്സിഡി കിട്ടുമോ, മൊറട്ടോറിയം ഉണ്ടാവുമോ എന്ന് ചിന്തിക്കുന്നത് അധാർമിക ബുദ്ധികളുടെ വ്യവഹാരമാണ്. ധാർമ്മിക ബുദ്ധിയുള്ളവർ കടം വീട്ടണം എന്നുള്ള ചിന്തയുള്ളവരായിരിക്കും. അവർ സബ്സിഡി ആഗ്രഹിക്കുന്നവരല്ല. എങ്ങനെയെങ്കിലും വീട്ടണം, അതാ ചിന്തിക്കുക. അപ്പം 5 കടങ്ങൾ, 5 കടകളെ വീട്ടാൻ 5 യജ്ഞങ്ങൾ: പിതൃയജ്ഞവും ബ്രഹ്മയജ്ഞവും ദൈവയജ്ഞവും മനുഷ്യയജ്ഞവും ഭൂതയജ്ഞവും. അങ്ങനെ 5 കടങ്ങൾക്ക് 5 യജ്ഞങ്ങൾ വീട്ടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ 5 കടങ്ങളുണ്ടെന്നും 5 യജ്ഞങ്ങളുണ്ടെന്നും എല്ലാം വിശദമായി പ്രതിപാദിച്ച മനു, അതേ മനുവാണ് പറയുന്നത് 3 കടങ്ങളെ മാറ്റിയിട്ട്, അല്ലെങ്കിൽ 3 കടങ്ങളെ വീട്ടിയിട്ട് മനസ്സിനെ മോക്ഷമാർഗത്തിൽ പ്രവർത്തിപ്പിച്ചോളൂ, പിന്നെ കടത്തിനെ കുറിച്ചൊന്നും ആലോചിക്കേണ്ട. അപ്പോൾ 5-ൽ 3 പ്രധാനം എന്നുറപ്പാ, അല്ലെങ്കിൽ 5 കടങ്ങളെയും പറയേണ്ടതാ. ആ പ്രധാനപ്പെട്ട 3 യജ്ഞങ്ങളെയാണ് നമ്മൾ ചിന്തിച്ചത്. എന്നാൽ 2 കൂടി ഉപായത്തിൽ പറയാം. നേരത്തെ പറഞ്ഞ അത്ര വിസ്തരിച്ച് പറയുന്നില്ല. അതെന്താണ്? ഒന്ന് മനുഷ്യയജ്ഞം. മനുഷ്യയജ്ഞം എന്ന് പറഞ്ഞാൽ അതിഥി പൂജനമാണെന്നാണ് മനുവിൻ്റെ അഭിപ്രായം. അതിഥി പൂജനം, നമ്മുടെ വീട്ടിൽ വരുന്ന അതിഥികളെ പൂജിക്കുക. ഇത് നമ്മളിന്ന് തീരെ നമുക്ക് വിട്ടുപോകുന്നുണ്ട്. ഇത് ഭാരതത്തിൻ്റെ മുഖമുദ്രയായിരുന്നു ഇത്, അതിഥി പൂജനം. അതിഥി പൂജനത്തിനാണ് ഗൃഹം എന്ന സങ്കല്പം നമുക്കുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഈ ഒരു സങ്കല്പം നമ്മളിൽ നിന്ന് അറിയാതെ കൈമോശം വരുന്നില്ലേ എന്ന് ഓരോരുത്തരും ചിന്തിക്കുക. ഒരു അതിഥി വന്നാൽ തന്നെ ഉപദ്രവം കയറി വന്നിട്ടുണ്ട്, ആകെക്കൂടി ഒരു ഞായറാഴ്ച വീട്ടുകാരൊന്നിച്ചിരിക്കണ ഒരു സമയത്ത് എവനൊന്നും വീടും കുടുംബവും ഇല്ലേ എന്നൊക്കെ ചിന്തിക്കുന്ന ചില കൂട്ടർ ഇവിടെയല്ല പുറത്തുണ്ട്. അതെ, തനിക്ക് വേണ്ടി മാത്രം ഭക്ഷണം പാചകം ചെയ്യുന്നവൻ കള്ളനാണെന്ന് ഭഗവത്ഗീത പറഞ്ഞിട്ടുണ്ട്. അവൻ വെറുതെ ജീവിക്കുന്നവനാണ്. എന്നാൽ യജ്ഞശിഷ്ടം ഭുജിക്കുന്നവനാകട്ടെ സനാതനമായ പദവിയിലേക്ക് ഉയരുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. അതിഥികൾക്ക് പ്രദാനം ചെയ്ത ശേഷം ആര് ഭക്ഷിക്കുന്നുവോ അവൻ ഉത്കൃഷ്ടമായ പദവിയിലേക്ക് ഉയരുന്നു എന്ന്. അതിഥി പൂജനം മുഖ്യമാണ്.
എത്ര വരെ അനുവർത്തിക്കപ്പെട്ടിരുന്നു. താൻ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് വീട്ടിന് പുറത്ത് പോയിട്ട് ആരെങ്കിലും ഭക്ഷണം കഴിക്കാത്തവരുണ്ടോ എന്ന് ഒച്ചത്തിൽ വിളിച്ചു ചോദിക്കുന്ന സമ്പ്രദായം. അതെ, ഇന്നും ആ സമ്പ്രദായങ്ങൾ പാലിക്കുന്നവരുണ്ട്. ഇന്നും ആ സമ്പ്രദായങ്ങൾ പാലിക്കുന്നവരുണ്ട്. കേരളത്തിൽ കാണുമെന്ന് സംശയമാണ്. പിന്നെ പോയി ചടങ്ങായി ചിലരിങ്ങനെ പുറത്ത് പോയിട്ട് അകത്തേക്ക് വരും. എന്തിനാ പോകണമെന്ന് അവർക്ക് അറിയില്ല. കാരണം പണ്ട് അവരുടെ മുത്തശ്ശൻ പോയിട്ട് ഒച്ചത്തിൽ വിളിച്ചു പോയി ചോദിക്കുമായിരുന്നു. പിന്നെ അച്ഛനായപ്പോഴത്തേക്ക് പുറത്ത് പോയി പതുക്കെ ചോദിക്കണ സമ്പ്രദായം. പിന്നെ തങ്ങൾ അത് കേട്ടിട്ടുമില്ല എന്തിനാ അച്ഛൻ പോയതെന്ന്. പിന്നെ ചിലരിങ്ങനെ പാചകം ചെയ്ത് കഴിഞ്ഞാൽ പുറത്ത് പോയിട്ട് അകത്തേക്ക് വരുന്നൊരു സമ്പ്രദായമുണ്ട്. അത് എന്തിനാന്ന് പോലും അറിയാറുണ്ട്. അങ്ങനെയാണല്ലോ. പല വീട്ടിലും ഉമ്മറത്തെ കിണ്ടിയിൽ വെള്ളം വയ്ക്കണത് എന്തിനാണെന്ന് അറിയാണ്ട് വയ്ക്കുന്ന ആൾക്കാരുണ്ട്. ഏത് സമയത്താണ് ദൈവം വരിക എന്നറിയില്ല, അതിഥി രൂപത്തിൽ. അപ്പം കിണ്ടി എടുക്കാൻ ഓടാൻ പറ്റില്ല. ഇപ്പോൾ തയ്യാറ്. ചോദ്യം, ഒരു ടാപ്പ് വെച്ചാൽ പോരെ? മതി, ധാരാളം മതി. പോരായി ഒന്നുമില്ല. കിണ്ടി തന്നെ വെച്ചോളണമെന്നൊന്നുമില്ല. എന്നാലും കിണ്ടി വെച്ചാൽ ഒരു സുഖ, അത്രയേ ഉള്ളൂ. അതിഥി വരുമ്പോൾ കാല് കഴുകാൻ തക്കോണ ഒരു സംവിധാനം അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കണം. ഇത് ശ്രദ്ധിക്കുക. എല്ലാം വേണേ, ദേവപൂജയ്ക്കുള്ള എല്ലാം വേണം. ആവാഹനം മുതൽക്കുള്ളതൊക്കെ വേണം. ആവാഹനം ആവാഹയാമി, പിന്നെന്താ, പാദ്യം സമർപ്പയാമി, കാല് കഴുകാൻ വെള്ളം കൊടുക്കാം, ആസനം സമർപ്പയാമി, ഇരിക്കാൻ ഇടം കൊടുക്കാം, അർഘ്യം സമർപ്പയാമി, കുടിക്കാൻ വെള്ളം കൊടുക്കാം, നൈവേദ്യം സമർപ്പയാമി, എന്താ ഭക്ഷണമുള്ളത് വെച്ചാൽ അത് സന്തോഷമായിട്ട് കൊടുക്കാം, ധൂപം സമർപ്പയാമി, വേണ്ട ഒരു പുക വലിച്ചിട്ട് പോവാം, അതിൻ്റെ ആവശ്യമില്ല, താമ്പൂലം സമർപ്പയാമി, വേണമെന്നില്ല, ഇനി വേണമെന്ന് വെച്ചാൽ ചെയ്തോളൂ, പുകയിലല്ലാതെ, അതിന് വിരോധമില്ല. അപ്പോൾ ദേവപൂജയിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ. അവസാനം വിസർജനം, അതും വേണം. പ്രതിഷ്ഠ പാടില്ല. വീട്ടിൽ പ്രതിഷ്ഠ വേണ്ടേ വേണ്ട. വിസർജനം വരുമ്പോൾ ഈ വഴിക്ക് വരൂ കേട്ടോ, ഈ വഴിക്കൊക്കെ വരുമ്പോൾ വീട്ടിൽ വരൂ, എപ്പോഴും അങ്ങയെ സേവിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ എന്നൊരു ഭാവനയോടുകൂടി അതിഥികളെ പൂജിക്കുക. അത് മുഖ്യമാണ്. ഒരാൾ നിത്യവും അഗ്നിഹോത്രം ചെയ്യുന്നു, പൗർണമാസിക്കും അമാവാസിക്കും ചെയ്യേണ്ടുന്ന യജ്ഞവിശേഷങ്ങളെ കൃത്യമായി അനുഷ്ഠിക്കുന്നു, ചാതുർമാസ്യകാലത്ത് ചെയ്യേണ്ടുന്ന യാഗവിശേഷങ്ങളെ പൂർണ്ണമായി അനുഷ്ഠിക്കുന്നു, ഋതുക്കളിൽ ചെയ്യേണ്ടതും അയനങ്ങളിൽ ചെയ്യേണ്ടുന്നതുമായ യാഗവിശേഷങ്ങളുണ്ട്, അവയെയും ചെയ്യുന്നു. എന്നാൽ ആര് അതിഥി പൂജയെ ചെയ്യുന്നില്ലയോ അവൻ്റെ ഈ യാഗങ്ങളൊക്കെ നിഷ്ഫലമാണെന്ന് മാത്രമല്ല, ആസപ്തമാൻ തസ്യ ലോകാൻ ഹിനസ്തി, അവൻ്റെ 7 തലമുറയെ നശിപ്പിക്കുന്ന പറയണത്. വേദത്തിൽ പറയണത്. അപ്പം അതിഥി പൂജാരഹിതമായ യജ്ഞവിശേഷങ്ങൾ സഫലങ്ങളല്ല എന്ന് മാത്രമല്ല, പാപഫലകരങ്ങളാണ്. അതുകൊണ്ട് അതിഥി പൂജയ്ക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കുക. ഇത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ശരി, അതുപോലെ ഭൂതയജ്ഞമുണ്ട്. നമ്മളെ ചുറ്റുപാടുള്ള ജീവജാലങ്ങളെ നമുക്കാവും വിധം സേവിക്കുക, ഒന്നിനെ ഉപദ്രവിക്കാതിരിക്കുക, തന്നാൽ കഴിയുന്ന സേവ മറ്റു ജന്തുക്കൾക്ക് കൊടുക്കുക. വെള്ളമാണോ ഭക്ഷണമാണോ എന്താന്ന് പറയണില്ല, ഓരോ സന്ദർഭം അനുസരിച്ച് ചെയ്യേണ്ടത് ചെയ്യുക. ചെടികൾക്ക് വെള്ളം കൊടുക്കുക, പക്ഷികൾക്കൊക്കെ വെള്ളം കുടിക്കാനുള്ള എന്തെങ്കിലും സംവിധാനം നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് പറമ്പിലൊക്കെ ഉണ്ടാക്കി വെക്കുക. ഒരു പാത്രത്തിൽ വെറുതെ വെള്ളം വെച്ചാൽ മതി, അവരൊന്ന് കുടിച്ചോളൂ. മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക. പാമ്പിനെ പൂജിക്കുന്നവരാണ് നമ്മളെന്നറിയാം, എലിയെ പൂജിക്കുന്നവരാണ് നമ്മളെന്നറിയാം, പക്ഷിയെ പൂജിക്കുന്നവരാണ് നമ്മളെന്നറിയാം, എലിയെയല്ല പുലിയെയും പൂജിക്കുന്നവരാണ് നമ്മൾ. ചിന്തിക്കുക, നമ്മൾ എന്തിനെ പൂജിക്കാത്തവരാണ്? ഒന്നിനെയും പൂജിക്കാതിരിക്കുന്നില്ല നമ്മൾ. ഞാൻ എലിയെ പൂജിക്കില്ല എന്ന് പറഞ്ഞാൽ ഗണപതിയെ പൂജിക്കാൻ പറ്റില്ല, പക്ഷിയെ പൂജിക്കില്ല എന്ന് പറഞ്ഞാൽ വിഷ്ണുവെ പൂജിക്കാൻ ഒക്കില്ല, പാമ്പിനെയോ കാളയെയോ പൂജിക്കില്ല എന്ന് പറഞ്ഞാൽ ശിവനെ പൂജിക്കാൻ ഒക്കില്ല.
പുലിയെ പൂജിക്കില്ല എന്ന് പറഞ്ഞാൽ ദേവിയെ പൂജിക്കാനൊക്കില്ല. ചുരുക്കി പറഞ്ഞാൽ ദേവതോപാസനയുടെ ഭാഗമായി പോലും മറ്റ് ജന്തുക്കളെ പൂജിക്കാനുള്ള ഒരു സ്വാഭാവികമായ മനോഭാവം നമ്മളിൽ വളർന്നു വരും. സ്വാഭാവികമാണത്. എല്ലാത്തിനെയും സ്നേഹിക്കാനുള്ള, ആദരിക്കാനുള്ളൊരു മനോഭാവം. അതല്ലേ ഈ പ്രപഞ്ചത്തിൻ്റെ താളക്രമത്തെ നിലനിർത്തുന്നത്. അങ്ങനെ ശീലിക്കുന്നവരോട് വേറെ പ്രത്യേകിച്ച് ഔപചാരികമായിട്ട് ഈ എക്കോസിസ്റ്റം പരിപാലിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണമെന്ന് ക്ലാസ് എടുത്ത് പഠിപ്പിക്കുകയൊന്നും വേണ്ട. അത് സഹജമാണ്, സ്വാഭാവികമാണ്. ഋഷീശ്വരന്മാർക്ക് ഒരു സമഗ്രമായൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ആ കാഴ്ചപ്പാടിനെ ഒന്ന് കാണൂ. അവരൊന്നൊന്നായി പ്രത്യേകം ആചരണങ്ങളെ പഠിപ്പിക്കുകയല്ല ചെയ്തത്, മറിച്ച് അവർ സമഗ്രമായൊരു വീക്ഷണം കാണിച്ചു തന്നു. അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. നമ്മൾ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ പഠിച്ചില്ലെങ്കിലും തലമുറകളായി ആ ഒരു ബോധം നമ്മിലേക്ക് പകർന്ന് നൽകപ്പെട്ടിരുന്നു. കൊച്ചു കുഞ്ഞിനെ ഒക്കത്ത് വെച്ച് ചോറ് കൊടുക്കുന്ന അമ്മ കാക്കയ്ക്കും കോഴിക്കും കൊടുത്തുകൊണ്ട് കുട്ടിക്ക് കൊടുത്തു. അറിയാതെ കുഞ്ഞു നാളിൽ തന്നെ ഞാൻ കഴിക്കുന്നതോടൊപ്പം കാക്കയ്ക്കും കോഴിക്കും പൂച്ചയ്ക്കും കൊടുക്കണമെന്നൊരു ചിന്ത കുഞ്ഞിൽ അങ്കുരിക്കും. മര്യാദയ്ക്ക് കഴിച്ചോ, ഇല്ലെങ്കിൽ ഞാൻ കാക്കയ്ക്ക് കൊടുക്കും എന്നല്ല. കഴിച്ചോ, ഇല്ലെങ്കിൽ ഞാൻ കോഴിക്ക് കൊടുക്കും എന്നല്ല. അത് വിപരീത ഭാവനയെ ഉണ്ടാക്കുന്നു. എങ്ങനെ അതിന് കൊടുക്കാതെ എനിക്ക് കഴിക്കണം എന്നുള്ള ചിന്ത കുഞ്ഞിൽ വളർത്തുന്നു. അതല്ല. രാവിലെ അരിമാവ് കൊണ്ട് കോലം എഴുതിയപ്പോൾ വൈകുന്നേരം വരെ ഉറുമ്പുകൾക്ക് ഭക്ഷിക്കാനുള്ള ധാന്യം നമ്മൾ കൊടുത്തു, അരിപ്പൊടി. ഇന്ന് കോലം വരയ്ക്കാനുള്ള പൊടി മേടിക്കുന്നുണ്ട്. അതിൻ്റെ 1000 അയലത്ത് ഉറുമ്പ് വരില്ല. ഉറുമ്പിനെ കഴിക്കാനുള്ളതല്ല, അത് ഉറുമ്പിനെ അകറ്റാനുള്ളതാണ്. എന്താണ് നമുക്ക് സംഭവിക്കുന്നത്? ചിന്തിക്കുക. അവിടെ നമ്മൾ എന്തെങ്കിലും ഒരു വര വരഞ്ഞിട്ട് ഉറുമ്പ് അകത്ത് വരാതിരിക്കാൻ വേണ്ടി ഹിംസാപരമായിട്ടല്ല പ്രവർത്തിച്ചത്, മറിച്ച് ഉറുമ്പിന് അതിൻ്റെ ഷെയർ പുറത്ത് വെച്ച് കൊടുത്തു. എന്നാൽ അകത്ത് ഉപദ്രവമൊന്നുമില്ല. ഇതാണ് നമ്മുടെ ഭാവന. ഇതായിരിക്കണം നമ്മുടെ ഭാവന. ഇങ്ങനെ പഞ്ചമഹായജ്ഞങ്ങളെ നിത്യവും അനുഷ്ഠിക്കൂ. ഇതോടൊന്നിച്ച് നൈമിത്തിക കർമ്മങ്ങളെയൊക്കെ പറയണം, അതവിടെ ഇരിക്കട്ടെ. ഏതായാലും ഇത്തരം സദ്ധർമാചരണത്തിൻ്റെ ബാധ്യതയിൽ നിന്ന് നീ പിന്നോക്കം പോവരുത്. ധർമാന പ്രമദിതവ്യം, കുശലാന പ്രമദിതവ്യം. വളരെ പ്രധാനമാണ്. കുശലത്തിൽ നിന്ന് നീ പിന്നോക്കം പോവരുത്. നിന്റെയും കുടുംബത്തിൻ്റെയും രക്ഷയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണോ അതിൽ നിന്ന് മടിച്ച് പിന്തിരിയരുത്. ശ്രദ്ധിക്കുക. ഒന്നിനും കൊള്ളാത്തവരാവരുത് ഗൃഹസ്ഥന്മാർ. എന്താണെന്ന് വെച്ചാൽ പോടാന്ന് പറയാനുള്ള കഴിവ് വേണം. തല കുനിക്കുന്നവരാവരുത്. അങ്ങനെ ആയാൽ കുടുംബത്തെ രക്ഷിക്കാൻ കഴിയാതെ വരും. ആര് അസ്ഥാനത്ത് ശിരസ് കുനിക്കുന്നുണ്ടോ അവൻ്റെ ശിരസിനുപരി ബഹുജനങ്ങൾ കയറിയിരിക്കും. ഗുരുജനങ്ങളുടെ മുമ്പിൽ കുനിയണം, അമ്മയുടെ മുമ്പിൽ കുനിയണം, അച്ഛൻ്റെ മുമ്പിൽ കുനിയണം, വേറെ ഒരുത്തൻ്റെ മുമ്പിലും കുനിയണ്ട. ശ്രദ്ധിക്കുക. കുശലം. കുശലം എന്നുള്ളതിൻ്റെ വാച്യാർത്ഥം അവിടെ നിൽക്കട്ടെ. താത്പര്യാർത്ഥത്തെ ഭഗവാൻ ഭാഷ്യകാരൻ പറഞ്ഞു തരുന്നു. ആത്മരക്ഷയ്ക്കായിക്കൊണ്ടുള്ള കർമ്മങ്ങളിൽ നിന്ന് പിന്തിരിയരുതേ എന്ന്. ഒരു ഗൃഹസ്ഥാശ്രമിയെ സംബന്ധിച്ച് ആത്മരക്ഷയ്ക്കുള്ള കർമ്മം എന്ന് പറഞ്ഞാൽ അത് ഭാര്യയുടെ, ഭർത്താവിൻ്റെ, കുടുംബത്തിൻ്റെ രക്ഷയാണ്, തൻ്റെ മാത്രം രക്ഷയല്ല. അതുകൊണ്ട് പറയാം, കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിക്കൊണ്ട് എന്ത് ചെയ്യണോ അതിൽ നിന്നും പിന്തിരിയരുത്. എപ്പോഴും കരുത്ത് വേണം, നിരീക്ഷണ പാടവം വേണം. കുടുംബത്തെ സ്വസ്ഥമായി ഐശ്വര്യവത്തായി ഉയർത്തുന്നതിനുള്ള പരിശ്രമം സദാ വേണം. ആരെങ്കിലും വിചാരിച്ചാൽ നമ്മുടെ കുടുംബത്തെ തകർക്കാൻ കഴിയരുത്. തിരിച്ചറിവ് വേണം.
കൃഷ്ണൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നമ്മളെ. മുല കൊടുത്തു കൊല്ലാൻ വേണ്ടി വന്നവൾ, മറ്റാരും തിരിച്ചറിഞ്ഞില്ല വ്രജത്തിൽ അതാരെന്ന്. ഒരാളറിഞ്ഞു, ഇത് മുല കൊടുത്തു കൊല്ലാൻ വന്നവളാ. മുല കുടിച്ചു കൊന്നു കളയാം. മുല കുടിച്ചു കൊന്നു. വേണമെങ്കിൽ കൃഷ്ണനെ വേറെ രീതിയിലൊക്കെ കൊല്ലാമായിരുന്നു. ഈ മുല കുടിച്ചു കൊല്ലുന്നതിനേക്കാൾ സുഖം വേറെ ഇടപാടൊക്കെ ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ. പക്ഷേ അതൊരു തത്വത്തെ കാണിച്ചു തന്നു. ഏത് രീതിയിൽ പ്രതിയോഗി നമ്മെ നശിപ്പിക്കാൻ വരുന്നുവോ അത് തിരിച്ചറിഞ്ഞ് ആ രീതിയിൽ തിരിച്ചടിച്ചോളൂ. അതെ, ശ്രദ്ധിക്കുക. ഈ ഒരു കുശലത ഗൃഹസ്ഥന്മാർക്ക് വേണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഗൃഹങ്ങൾ രക്ഷിക്കപ്പെടൂ. എപ്പോഴും ഒരു പരിപാലിക്കുന്ന മനോഭാവവും നിരീക്ഷിക്കുന്ന ദൃഷ്ടിയും നേരെ വാ നേരെ പോകുന്ന ആർജവ സ്വഭാവവും നമുക്ക് വേണം. കുശലം മറക്കരുത്. നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുക. വലത്തെ കാരണത്ത് അടി കിട്ടിയാൽ ഇടത്ത് കാണിച്ചു കൊടുക്കണം. ചോദ്യം, ഇടത്തും കിട്ടിയാലോ? ബലവും കാണിച്ചു കൊടുക്കണം. അല്ലാണ്ട് ഇങ്ങനെ ഇടവും ബലവും കാണിച്ച് കണ്ടവൻ്റെ തല്ല് കൊള്ളാൻ വേണ്ടി നമ്മൾ ജീവിക്കണം. വേണ്ട, അതല്ല വേണ്ടത്. കുശലത്തിൽ നിന്ന് പിന്തിരിയരുത്. കണ്ടവന് തല്ലാനുള്ള വസ്തുവല്ല നമ്മുടെ വലത്തെ കരണം, ഓർമ്മിക്കുക. സ്വാമി അത് ഉദാത്തമായ അഹിംസയും ത്യാഗവുമാണ്. കഴിവുകേടിന് അഹിംസയുടെയും ത്യാഗത്തിൻ്റെയും പരിവേഷം അണിയിക്കേണ്ട. ഒപ്പത്തിനൊപ്പം ഋഷി മറ്റൊന്ന് പറഞ്ഞു തന്നു, ഭൂത്യൈ ന പ്രമദിതവ്യം. ഭൂതിക്കായിക്കൊണ്ട് ഐശ്വര്യത്തിനായിക്കൊണ്ട് എന്ത് ചെയ്യണമോ അതിൽ നിന്ന് പിന്തിരിയരുത്. സൽക്കർമാചരണം, നിരന്തരം സത്കർമ്മങ്ങളെ ആചരിക്കുക, ദുഷ്കർമ്മങ്ങളെ ഒഴിവാക്കുക. അത് മാത്രമാണ് നമ്മുടെ ഗൃഹങ്ങളിൽ ഐശ്വര്യം ഉണ്ടാവാനുള്ള മാർഗം. വേറെ മാർഗമില്ല, വേറൊരു മാർഗവുമില്ല. നിരന്തരം സത്കർമാചരണം, ദുഷ്കർമ്മ പരിത്യാഗം. ഇങ്ങനെ ഭൂതി നമ്മൾ ഗൃഹത്തിൽ നേടിയെടുക്കണം. അങ്ങനെ ജീവിക്കുമ്പോൾ സ്വാധ്യായ പ്രവചനങ്ങളിൽ നിന്ന് പിന്തിരിയരുത്. നേരത്തെ സൂചിപ്പിച്ചു, ബ്രഹ്മയജ്ഞം എന്നുള്ളതിൽ ദേവപിതൃ കാര്യങ്ങളിൽ നിന്ന് പിന്തിരിയരുത്. സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമദിതവ്യം, ദേവപിതൃകാര്യാഭ്യാം ന പ്രമദിതവ്യം. ദേവകാര്യത്തിൽ നിന്നും പിതൃകാര്യത്തിൽ നിന്നും മടിച്ച് പിന്തിരിയരുത്. ഈ വക യജ്ഞങ്ങളെ നിത്യവും അനുഷ്ഠിക്കണം. ശ്രേഷ്ഠങ്ങളാണെന്ന് താൻ മനസ്സിലാക്കിയിട്ടുള്ള കർമ്മങ്ങളെ അനുഷ്ഠിക്കണം. ശ്രേഷ്ഠങ്ങളല്ല എന്ന് താൻ മനസ്സിലാക്കുന്ന കർമ്മങ്ങളെ അനുഷ്ഠിക്കരുത്. താൻ മനസ്സിലാക്കുന്ന, വേറൊരാളുടെ മനസ്സിലാക്കലല്ല. ശ്രദ്ധിക്കുക. ഇങ്ങനെ ഗൃഹസ്ഥാശ്രമധർമ്മങ്ങളെ പരിപാലിച്ചുകൊണ്ട് ജീവിക്കണം. അങ്ങനെ ജീവിക്കാൻ ഇച്ഛിക്കൂ. എത്ര കാലം? പരമാവധി കാലം. എത്ര കാലം സാധിക്കും അത്രയും കാലം കർമാചരണം കൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കൂ എന്ന് പറഞ്ഞിട്ട് ശ്രുതി പറയാണ്, ഏവം ത്വയി ന അന്യഥാ ഇതഃ അസ്തി. ഇങ്ങനെയുള്ള നിന്നിൽ, കർമാഭിമാനിയായ നിന്നിൽ, മനുഷ്യ ശരീരാഭിമാനിയായ നിന്നിൽ, നരാഭിമാനിയായ നിന്നിൽ ഈ കർമാചരണമല്ലാതെ ഇതഃ ന അന്യഥാ അസ്തി. ഈ കർമ്മബന്ധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേറൊരു മാർഗം ഇല്ല. ശ്രുതി വ്യക്തമായി പറയുകയാണ്. ഈ കർമ്മവ്യാപാരത്തിനുള്ള ബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടാൻ നിനക്ക് മറ്റൊരു മാർഗം ഇല്ല. അതുകൊണ്ട് കർമാചരണം ചെയ്യൂ. ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ന കർമ്മ ലിപ്യത്തെ നരേ.
ഈ ഒരു ഭാവനയോടുകൂടി, കർത്തവ്യം ചെയ്യുന്നു എന്ന ഭാവനയോടുകൂടി, എന്നാൽ ചെയ്യപ്പെടേണ്ടത് എന്നാൽ തന്നെ ചെയ്യപ്പെടണം എന്ന തിരിച്ചറിവോടുകൂടി സ്വധർമ്മമാകുന്ന കർമ്മം ആര് ചെയ്യുമോ അവൻ കർമ്മത്താൽ ലേപനം ചെയ്യപ്പെടുന്നില്ല. ഇതാണ് ശ്രുതി ഈ വിഷയത്തെ വിശദമായി പറഞ്ഞിട്ടുള്ളത്. ഈ മന്ത്രത്തിൻ്റെ വിശദീകരണമാണ് നമുക്ക് കർമ്മയോഗപരങ്ങളായുള്ള വിസ്തൃത വാക്യങ്ങളെ ഗീതയിലും മറ്റ് ശാസ്ത്രങ്ങളിലും ഒക്കെ കാണാൻ സാധിക്കുന്നത്. അതിൻ്റെയൊക്കെ മൂലരൂപമായ വാക്യം ഈ ഈശാവാസ്യ മന്ത്രത്തിൽ നമുക്ക് കാണാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സ്വധർമ്മ ആചരണം, ആ സ്വധർമ്മത്തെ ഫലകാമനയില്ലാതെ അനുഷ്ഠിക്കുക, അതാണ് ഇവിടെ കർമ്മയോഗം എന്ന് പറയപ്പെട്ടത്. സ്വധർമാഖ്യമായ കർമ്മം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിച്ചോളണം. സ്വധർമ്മ മഹിമയാണ് ശാസ്ത്രമുടനീളം പറയുന്നത്. ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമാത് സ്വനുഷ്ഠിതാത്. ഇത്ര പറഞ്ഞിട്ടും തൃപ്തി വരാതെ ഭഗവാൻ പറഞ്ഞു, സ്വധർമ്മേ നിധനം ശ്രേയഃ പരധർമ്മോ ഭയാവഹ. ശ്രേയാൻ സ്വധർമ്മോ വിഗുണഃ. അപ്പോൾ പറഞ്ഞതെന്ത്? സ്വന്തം അവസ്ഥയ്ക്കനുസരിച്ച് താൻ ചെയ്യേണ്ടുന്ന കർത്തവ്യങ്ങളെ തിരിച്ചറിയണം. അങ്ങനെ അവനവൻ്റെ കർത്തവ്യത്തിനാണ് അവനവൻ കർമ്മം എന്ന് പറയുന്നത്. കർത്തവ്യമല്ലാത്തത് കർമ്മമല്ല. ഈ വിഷയം നേരത്തെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. കർമ്മണോഹ്യപി ബോദ്ധവ്യം ബോദ്ധവ്യം ച വികർമ്മണഃ എന്നുള്ള ഭഗവത് വാക്യത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഓർമ്മിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം അവിടെ തന്നാൽ ചെയ്യപ്പെടേണ്ടത് കർത്തവ്യം, അതാണ് കർമ്മം. ഈ കർമ്മത്തെ യോഗമായി അനുഷ്ഠിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ചെയ്യപ്പെടേണ്ടത്, തന്നാൽ ചെയ്യപ്പെടേണ്ടത് എന്ന് പറയുമ്പോൾ സ്വധർമ്മമാണത്. അവിടെ സംശയം വരും, എങ്ങനെ സ്വധർമ്മത്തെ നിശ്ചയിക്കും? ഇന്നതാണ് സ്വധർമ്മം എന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? അവിടെ കുറച്ച് പ്രയാസമാണത്, എളുപ്പമല്ല. ശാസ്ത്രത്തിൽ പറയുന്ന വാക്യങ്ങളെ, അവയിലുള്ള ലക്ഷണങ്ങളെ മാത്രം നിരൂപണം ചെയ്തുകൊണ്ട് ഇന്നത് സ്വധർമ്മം എന്ന് നിശ്ചയിച്ച് പറയാൻ വിഷമമാണ്. അതെന്താ അങ്ങനെ പറഞ്ഞത്? നോക്കൂ, വേദോഖിലോ ധർമ്മമൂലം സ്മൃതിശീലേച തദ്വിദാം ആചാരശ്ചൈവ സാധൂനാം ആത്മനസ്തുഷ്ടിരേവച. ധർമ്മത്തിൻ്റെ പ്രമാണങ്ങളെ മനു പറയും. എങ്ങനെയാണ് ധർമ്മം നിർണയിക്കപ്പെടേണ്ടത്, ഇന്നതാണ് ധർമ്മം എന്ന് എവിടുന്ന് എങ്ങനെ മനസ്സിലാക്കണം? മനു പറയുകയാണ്, വേദോഖിലോ ധർമ്മമൂലം അഖിലഃ വേദഃ. ഖിലം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളത്, ശേഷിക്കുന്നത്. അഖിലഃ എന്ന് പറഞ്ഞാൽ ശേഷമില്ലാത്തത്, നിശേഷം, പരിപൂർണമായ, പൂർണ്ണമായ. വേദഃ, വേദമാണ് ധർമ്മമൂലം, ധർമ്മത്തിൻ്റെ മൂലം. വേദോഖിലോ ധർമ്മമൂലം. അപ്പം വേദമാണ് ധർമ്മത്തിൻ്റെ പരമപ്രമാണം. അപ്പം സ്വധർമ്മം എങ്ങനെ നിശ്ചയിക്കാമെന്ന് ചോദിച്ചാൽ ആദ്യത്തെ മറുപടി, വേദത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് പഠിക്കൂ. അങ്ങനെ വേദത്തിലൂടെ നമുക്ക് നിർണയിക്കാം എൻ്റെ ധർമ്മം എന്തെന്ന്. അപ്പോൾ അവിടെ പ്രയാസമുണ്ട്. കാരണം അനന്തവും അഗാധവും വിശാലവുമാണ് വേദം. വേദം അനന്തമാണ്, അഗാധമാണ്, വിശാലമാണ്. ഏതാനും സൂക്തങ്ങളല്ല വേദം. സൂക്തങ്ങളിലൂടെ നമുക്ക് വേദത്തിലേക്ക് പ്രവേശിക്കാം, വേദപഠനത്തിലേക്ക് സൂക്തങ്ങളിലൂടെ പ്രവേശിക്കാം. പക്ഷെ വേദം അവിടെ ഒതുങ്ങുന്നില്ല. അപ്പം എന്ത് ചെയ്യും?
രണ്ട്, വേദത്തിൽ പല സന്ദർഭങ്ങളിലും സ്ഥൂലമായി നോക്കുമ്പോൾ വിരുദ്ധതകൾ കാണുന്നുണ്ട്. ഋഷിമാരുടെ വാക്യങ്ങളിൽ പല സന്ദർഭങ്ങളിലും വിരുദ്ധതകൾ കാണുന്നുണ്ട്. ഒരു സന്ദർഭത്തിൽ പറഞ്ഞതിന് വിരുദ്ധമായി വേറെ സന്ദർഭത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്ത് ചെയ്യും? അപ്പം പറഞ്ഞു, മറ്റൊരു പ്രമാണം പറയാം. രണ്ടാമത്തെ പ്രമാണം സ്മൃതിശീലേച്ച തദ്വിതാം. തദ്വിതാം വേദവിതാം, വേദത്തെ അറിഞ്ഞവരുടെ, വേദജ്ഞന്മാരുടെ സ്മൃതികളും ശീലങ്ങളും, അവർ പഠിച്ചതിൽ നിന്ന്, അവരറിഞ്ഞതിൽ നിന്ന് അവരെന്ത് ഓർമ്മിച്ചെടുത്തിരിക്കുന്നു, അവരെന്ത് ശീലിച്ചിരിക്കുന്നു, ഇവയിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാം. ഇതിഹാസ പുരാണങ്ങളൊക്കെ സ്മൃതികളിൽ വരുന്നു. മഹജ്ജനങ്ങളുടെ ആചരണങ്ങൾ ശീലങ്ങളിൽ വരുന്നു. അപ്പോൾ ഇതിഹാസ പുരാണാദി ശാസ്ത്രങ്ങളിൽ നിന്നും മഹാജനങ്ങളുടെ ആചരണങ്ങളിൽ നിന്നും മനസ്സിലാക്കാം. പിന്നെ മൂന്നാമത് പറഞ്ഞു ആചാരശ്ചൈവ സാധൂനാം. സാധുജനങ്ങളുടെ ആചാരവും ധർമ്മത്തിന് പ്രമാണമാണ്. സാധുജനങ്ങൾ എന്താചരിക്കുന്നുവോ അത് ധർമ്മമാണ്. സാധുജനങ്ങൾ ആചരിച്ച് കാണിച്ചു തരുന്നുണ്ട് നമുക്ക് ധർമ്മത്തെ. ആരാ സാധു? സാധു മലയാളത്തിൽ സാധു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒന്നിനും കൊള്ളാത്തോ എന്നുള്ള അർത്ഥത്തിലാണ്. അവനൊരു സാധുവാ അല്ലേ പറയാറില്ലേ? വായിൽ കൈയിട്ടാ കടിക്കില്ല, സാധുവാ. വായി കൈയിട്ടാ കടിക്കാത്തവൻ സാധുവല്ല, ഒന്നിനും കൊള്ളാത്തവനാ. അല്ലെങ്കിൽ കൈയിടുന്നത് ദന്ത ഡോക്ടർ ആയിരിക്കണം, അല്ലാണ്ട് അല്ലേ? ചിന്തിച്ചു നോക്കൂ. അപ്പം പിന്നെ സാധു ആര്? ഉത്തരഭാരതത്തിൽ സാധു എന്ന് പറഞ്ഞാൽ സന്യാസി എന്നർത്ഥം. ഇത് രണ്ടുമല്ല സാധു ശബ്ദത്തിൻ്റെ ശാസ്ത്രീയമായ അർത്ഥം. മറിച്ച് സാധു ശ്രേഷ്ഠൻ എന്നാണ്. ശ്രേഷ്ഠൻ, സജ്ജനം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, അത് തന്നെയാണ് സാധു. ശുദ്ധമായ അർത്ഥം പറഞ്ഞാൽ അവനവൻ്റെ ആശ്രമധർമ്മം പാലിക്കുന്നവനാരോ അവൻ സാധു. വിദ്യാർത്ഥി ധർമ്മം പാലിച്ചാൽ സാധു, അല്ലെങ്കിൽ അസാധു. ഗൃഹസ്ഥാശ്രമധർമ്മത്തെ പാലിച്ചാൽ സാധു, അല്ലെങ്കിൽ അസാധു. സന്യാസി ധർമ്മത്തെ പാലിച്ചാൽ സാധു, അല്ലെങ്കിൽ അസാധു. അപ്പം സാധുജനങ്ങളുടെ ആചാരം. നമ്മുടെ കുടുംബത്തിൽ സാധുക്കളായി മാനിക്കപ്പെടുന്നവർ എന്ത് ആചരിച്ച് കാണിച്ചു തന്നിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ച് നിരീക്ഷിക്കുക. അതാ വേണ്ടത്. അപ്പോൾ പൂർവികന്മാരുടെ ആചരണങ്ങളെ നിരീക്ഷിക്കുക, അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട പാഠങ്ങളെ ഉൾക്കൊള്ളുക. അങ്ങനെ പാഠങ്ങൾ നൽകുന്നതായിരിക്കണം അടുത്ത തലമുറയെ സംബന്ധിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. ഇത് ഓർമ്മിക്കണം നമ്മൾ. അലസതയോടുകൂടി ഒന്നും ചെയ്യരുത്. കാരണം നമ്മൾ നമ്മുടെ ഗൃഹങ്ങളിൽ എപ്പോഴും നിരീക്ഷിക്കപ്പെടുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യം ഓർമ്മിച്ച് കഴിയണം. പ്രത്യേകിച്ച് കുട്ടികളുള്ള വീട്ടിൽ. ഒരു 5 വയസ്സ് വരെയുള്ള കുട്ടികൾ ഏത് വീട്ടിലുണ്ടോ അവിടെയുള്ള ആൾക്കാർ ഓർമ്മിക്കണം, നമ്മളെപ്പോഴും നിരീക്ഷിക്കപ്പെടുന്നുണ്ട് അവരാൽ. അവർ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. 1 വയസ്സ് 1.5 വയസ്സൊക്കെ ഉള്ള കുട്ടികൾ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. നമ്മളായിരിക്കും അതിനൊന്നും മനസ്സിലാവില്ല, അവനൊന്നും അവൾക്കൊന്നൊന്നുമല്ല, അതിനൊന്നും മനസ്സിലാവില്ല, അതൊരു സാധനം, അത്രയേ ഉള്ളൂ. കുറച്ച് വലുതായി കഴിഞ്ഞാൽ ബുദ്ധിയൊക്കെ വയ്ക്കുന്ന വിചാരിക്കണത്. നേരെ തിരിച്ചാ. ഈ കൊച്ചു നാളിലാണ് ആ വ്യക്തിക്കുള്ളിലേക്ക് കൂടുതലായി സംസ്കാരങ്ങൾ പതിയുന്നതും വ്യക്തിത്വത്തിൻ്റെ രൂപീകരണത്തിനുള്ള ഘട്ടങ്ങൾ ഒരുങ്ങുന്നതും. ശ്രദ്ധിക്കുക. അതുകൊണ്ട് നമ്മൾ എന്ത് കുട്ടികളുടെ മുമ്പിൽ ചെയ്യുമ്പോഴും ഓർമ്മിക്കണം, നമ്മൾ നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. അവർക്ക് മാതൃകയാകാവുന്നതേ നമ്മൾ ചെയ്തുകൂടൂ, പറഞ്ഞുകൂടൂ. എത്ര പേര് ഓർമ്മിച്ച് ജീവിക്കുന്നുണ്ടെന്ന് അറിയില്ല. ആചാരശ്ചൈവ സാധൂനാം ആത്മനസ്തുഷ്ടിരേവച്ച. അവസാനം മനു പറയാണ് ധർമ്മത്തിൻ്റെ പ്രമാണം തൻ്റെ സന്തോഷവും.
ഇപ്പോൾ ഒരു കർമ്മം ചെയ്യുമ്പോൾ നമുക്കതിൽ സന്തോഷമുണ്ടെങ്കിൽ അത് നമ്മുടെ സ്വധർമ്മമാണ്. ഒരു കർമ്മം ചെയ്യുമ്പോൾ സംഘർഷമാണോ, അത് നമ്മുടെ സ്വധർമ്മമല്ല എന്ന് പറയാം. പക്ഷേ ഇവിടെ വേറൊരു പ്രശ്നം വരുന്നുണ്ട്. ആദ്യം പറഞ്ഞവയ്ക്ക് അനുസൃതമായിരിക്കണം പിന്നെ പറയുന്നത്. ഒരാൾ പറഞ്ഞു, എനിക്ക് സന്തോഷം തരുന്ന പണി ഞാൻ പറയാം. അതെന്താ? മദ്യപിച്ച് ലക്ക് കേട്ട് നടക്കുകയാണ്. ആത്മനസ്തുഷ്ടിരേവച, തൻ്റെ സന്തോഷം അതിലാണ്, അതുകൊണ്ട് അതാണ് എൻ്റെ സ്വധർമ്മം എന്നൊരാൾക്ക് പറയാൻ പറ്റില്ല. കാരണം സാധുജനങ്ങൾ അത് ആചരിച്ച് കാണിച്ചു തന്നിട്ടില്ല, അതിനെ പ്രശംസിച്ചിട്ടില്ല. ഇനി നമ്മുടെ ദൃഷ്ടിയിൽ സാധുക്കളായവർ പ്രശംസിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിനെ ശാസ്ത്രം പ്രശംസിച്ചിട്ടില്ല. ഇപ്പം വേദം, സ്മൃതി, ശീലം, ആചാരം എന്നിവയ്ക്ക് അനുസൃതമായിരിക്കണം നമ്മുടെ തുഷ്ടി. ഇവയിലൂടെ സ്വധർമ്മം നിശ്ചയിക്കാം. അപ്പോൾ വേറൊരു പ്രശ്നം അവിടെ വരുന്നു. എനിക്ക് എൻ്റെ ജോലിയിൽ, എനിക്ക് സിദ്ധമായ ജോലിയിൽ എനിക്ക് യാതൊരു സംതൃപ്തിയുമില്ല, അതുകൊണ്ട് അത് ഞാൻ പാലിക്കേണ്ടതില്ലല്ലോ, അതെൻ്റെ സ്വധർമ്മമല്ലല്ലോ. മറുപടി താത്വികമായി ശരിയാണ്. നമുക്ക് സംതൃപ്തി തരാത്ത തൊഴിലിനെ സ്വധർമാനുസൃതമായ തൊഴിലെന്ന് പറയാൻ പറ്റില്ല. ശരിയാണ് ഒരു ദൃഷ്ടിയിൽ പറഞ്ഞാൽ. പക്ഷേ മറ്റൊരു ദൃഷ്ടി ഇതിന് വിരുദ്ധമായി വരുന്നുണ്ട്. കാരണം ആർക്കും ഒന്നും യാദൃച്ഛികമായി വന്നു ചേരുന്നില്ല. അഡ്രസ്സ് മാറി ആർക്കും ഒന്നും കിട്ടുന്നില്ല. അതെ, എന്തെങ്കിലും തകരാറൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരാളുടെ അഡ്രസ്സിലുള്ള കത്ത് വേറെ ആൾക്ക് പോയി എന്ന് വരും, ഒരാൾക്ക് അയച്ച മെസ്സേജ് വേറെ ആൾക്ക് കിട്ടിയെന്ന് വരും. അങ്ങനെയൊക്കെ ധാരാളം സംഭവങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കില്ല. കാരണം ഇവിടെ ഒരു സുഘടിതമായ വ്യവസ്ഥയുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആചരിക്കാൻ ബാധ്യതപ്പെട്ടുകൊണ്ട് ഒരവസ്ഥാവിശേഷത്തിലേക്ക് എത്തിപ്പെടുന്നത് നമ്മളത് എത്തിപ്പെടേണ്ടത് കൊണ്ട് തന്നെയാണ്. അവിടെ നിന്ന് ലഭിക്കേണ്ട ചില അനുഭവ വിശേഷങ്ങളിലൂടെ കൂടുതൽ പാകപ്പെടുത്തപ്പെടണം എന്നുള്ളൊരവസ്ഥ നമ്മെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ടാണ് അത്തരം ഒരവസ്ഥാവിശേഷത്തിൽ അത് പരിപൂർണ തൃപ്തി തരുന്നതല്ലെങ്കിൽ പോലും നമ്മൾ എത്തിപ്പെട്ടത്. അതുകൊണ്ട് നമുക്ക് വന്നു ചേരുന്ന ജീവിത സാഹചര്യങ്ങളെ സ്വീകരിക്കുകയും വളരെ കുശലതയോടുകൂടി അവിടെ നമ്മിൽ വന്നു ചേരുന്ന കർത്തവ്യങ്ങളെ ആചരിക്കുകയും അതിലൂടെ വിജയിക്കുകയും ചെയ്യുക എന്നുള്ളത് അനിവാര്യമാണ്. പ്രാപ്തമായതിൽ വിജയിച്ചാലേ കൂടുതൽ പ്രാപ്തമാകൂ. അതുകൊണ്ട് ഒഴിഞ്ഞു മാറരുത്. കർമ്മങ്ങൾ സ്വാഭാവികമായി അടർന്ന് വീഴുന്ന മഹാത്മാക്കളെ സംബന്ധിച്ച് ഇവിടെ പരാമർശിച്ചിട്ടില്ല. തെങ്ങിൻ്റെ പട്ട ഉണങ്ങിക്കഴിഞ്ഞാൽ കൊഴിഞ്ഞു വീഴുക തന്നെ ചെയ്യും. കമ്പക്കയറിട്ട് വെച്ചാലും കെട്ടിവെച്ചാലും അവിടെ നിൽക്കില്ല. അങ്ങനെ കർമ്മങ്ങൾ കൊഴിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ട്. അതിനെക്കുറിച്ചല്ല ഇപ്പം പറയുന്നത് കർമ്മയോഗത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് സാമാന്യ ലോകതലത്തിൽ നമുക്ക് പ്രാപ്തമാകുന്ന സാഹചര്യങ്ങളെ നമ്മൾ സ്വീകരിക്കുകയും ഏറ്റവും നല്ല രീതിയിൽ അത്തരം കർമ്മങ്ങളെ അനുഷ്ഠിക്കുകയും വേണം. പരാജയപ്പെട്ട് പിന്വാങ്ങരുത്. നമുക്ക് പ്രാപ്തമായ സാഹചര്യങ്ങളിൽ വിജയിക്കുന്നവർക്കാണ് കൂടുതൽ ഉയർച്ച വന്നു ചേരുന്നത്. അത് മനസ്സിലാക്കണം. അതുകൊണ്ട് അത് സംതൃപ്തി എനിക്ക് തരുന്നില്ല, അതുകൊണ്ട് സ്വധർമ്മമല്ല എന്ന് പറഞ്ഞ് ആരും പിന്തിരിയരുത്. അതൊരു തരം അലസ മനോഭാവത്തെ സൃഷ്ടിക്കും. ഇത് പറയാൻ കാരണം അങ്ങനെ പലരും ചെയ്യുന്നത് കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. ആ തൊഴിൽ എനിക്കൊരു സംതൃപ്തിയില്ല, അതുകൊണ്ട് ഞാൻ രാജിവെക്കാൻ പോവാ. രാജിവെച്ചിട്ട് എന്താ ചെയ്യാൻ പോണത്? പുതിയൊന്ന് കിട്ടിയോ? പുതിയൊന്ന് കിട്ടിയിട്ട് നീ അത് ഉപേക്ഷിച്ചോളൂ, വിരോധമില്ല. പുതിയൊന്ന് കിട്ടിയിട്ടില്ല, ഇത് ഉപേക്ഷിക്കുകയും ചെയ്ത് ഇനി ബസ് സ്റ്റോപ്പിൽ ഇരിക്കുക. അത് പറ്റില്ല. അതുകൊണ്ട് സ്വധർമ്മത്തെ നിർണയിക്കുന്നത് അത്ര എളുപ്പമല്ല എന്ന് മനസ്സിലാക്കി. ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ സ്വധർമ്മ നിർണയത്തിന് ഉതക്കും എന്നുള്ളതും മനസ്സിലാക്കി. തനിക്ക് പ്രാപ്തമാകുന്നത് സ്വധർമ്മമായി ആചരിക്കാൻ സാധിക്കണം എന്ന തിരിച്ചറിവോടുകൂടി ജീവിതത്തെ നമ്മൾ ഒരു
നേരിടേണ്ടുന്ന, അഭിമുഖീകരിക്കേണ്ടുന്ന ഒരു പ്രശ്നമായിട്ട്, പരീക്ഷയായിട്ട്, സാഹചര്യമായിട്ട് സ്വീകരിക്കണം. അഭിമുഖീകരിക്കേണ്ടുന്ന ഒരു പ്രശ്നമായി, പരീക്ഷയായി, സാഹചര്യമായി ജീവിതത്തെ നമ്മൾ സ്വീകരിക്കുമ്പോൾ തിരിച്ചറിയാൻ കഴിയും, നമ്മൾ ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ കൂടുതൽ പ്രബലന്മാരായി വരും. അല്ലെങ്കിൽ നമ്മൾ ഒന്നിനും കൊള്ളാത്തവരായിട്ട് അധപ്പതിച്ചു പോവുകയുള്ളൂ. ഓരോ പ്രശ്നവും ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുമ്പോഴാണ് മനസ്സിലാവുക, ഞാൻ കൂടുതൽ കരുത്താർജിച്ചിരിക്കുന്നു. എനിക്ക് അഭിമുഖീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞാൽ ഒന്നും നേടാൻ കഴിയില്ല. ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. ഇന്നലെ നമ്മൾ അങ്ങോട്ട് ഈ പ്രഭാഷണത്തിന് വേണ്ടിയിട്ട് പുറപ്പെടുകയാണ് ആശ്രമത്തിൽ നിന്ന്. അപ്പോൾ അവിടെ വേറെ ചില വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട്, ചില ജീവിതത്തിലെ ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾക്ക് വേണ്ടിയിട്ടൊരു കുടുംബം വന്നിരുന്നു. അതിലൊരു മോളുണ്ട്, വളരെ ഉയർന്ന വിദ്യാഭ്യാസമൊക്കെ ഉള്ളൊരു മോളാണ്. വരും മോളെ പോവാ, നമുക്ക് വന്നോളൂ എന്ന് പറഞ്ഞപ്പോൾ എനിക്കതൊന്നും മനസ്സിലാവില്ല. മനസ്സിലാവുമോ ഇല്ലയോ എന്നിപ്പോൾ അവിടെ വന്നാലല്ലേ പറയുക, അല്ലാണ്ട് ഇപ്പോൾ മനസ്സിലാവുമോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെയാണ് ഇപ്പോൾ കേൾക്കാണ്ട് മനസ്സിലാവുക? എനിക്കിതൊന്നും മനസ്സിലാവില്ല സ്വാമി, ആധ്യാത്മികമൊന്നും. ഇവിടെ അത് ആധ്യാത്മിക അല്ല, ധാർമ്മികമാണ്. അവിടെ ആധ്യാത്മികമായിട്ടുള്ളൊരു വാക്കുപോലും പറയുന്നില്ല. ആധ്യാത്മിക പ്രഭാഷണ പരമ്പര എന്ന് പേര് കൊടുത്തിട്ടില്ല, ധർമ്മപ്രഭാഷണ പരമ്പരയാണ്. ആധ്യാത്മിക തത്വങ്ങൾ, സൂക്ഷ്മ തത്വങ്ങൾ പൊതുസമൂഹത്തിൽ വിളിച്ചു പറയില്ല. അത് അങ്ങേയറ്റം ജിജ്ഞാസുക്കളായി സമീപിക്കുന്നവരോടാകുന്നു ആധ്യാത്മിക തത്വങ്ങളെ ഉപദേശിക്കുക. സമൂഹത്തിൽ എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കേണ്ടത് ധാർമ്മിക തത്വങ്ങളാണ്. എന്തായാലും അപ്പോൾ ആ കുട്ടിക്ക് ഈ ആധ്യാത്മിക ധാർമ്മികത എന്നൊന്നും മനസ്സിലാവുന്നില്ല. എന്നാൽ പിന്നെ വരണ്ടാന്ന് തന്നെ അങ്ങോട്ട് ഉറപ്പിച്ചു. സ്വാമിയുടെ വിശദീകരണം കൂടി കേട്ടപ്പോൾ അതേ പറ്റില്ല, എന്തായാലും വരൂ കേട്ടോ. വന്നു, പൂർണ്ണമായി കേട്ടു. തിരിച്ചെത്തിയപ്പോൾ പറയുക, എൻ്റെ ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടി. എൻ്റെ ഉള്ളിൽ എന്നെ അലട്ടിക്കൊണ്ടിരുന്ന ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടി സംശയ നിവാരണങ്ങൾ കേട്ടപ്പോൾ. ഞാനൊറ്റ ചോദ്യം ചോദിച്ചിട്ടില്ല, പക്ഷേ അതിൽ ചില മറുപടികളൊക്കെ എന്നോട് പറയുകയായിരുന്നു എന്ന് എനിക്ക് തോന്നി. സന്തോഷമായി. ഇത് കഥയല്ല. അപ്പം നമ്മളുടെ ഒരു ജീവിതത്തെ പറ്റിയുള്ള സമീപനാണ്, വീക്ഷണമാണ്. അതൊന്നും എനിക്ക് ശരിയാവില്ല, അതൊന്നും എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ഒരു വിഷയത്തിൽ തന്നെ നമുക്ക് മാറിയിരിക്കാൻ പറ്റില്ല. എന്താണോ പ്രാപ്തമാകുന്നത് അതിനെ നേരിടുക, അഭിമുഖീകരിക്കുക. പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റില്ല. പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക തന്നെ വേണം. ഒരു സാഹചര്യത്തിൽ നിന്ന് ആർക്കും ഒളിച്ചോടാൻ കഴിയില്ല. ഒളിച്ചോടിയ സാഹചര്യം പിന്നാലോടും. ആരാ ജയിക്കുക എന്നുള്ളത് കണ്ടറിയണം. എവിടെ ചെന്നാലും ആ സാഹചര്യം ഉണ്ടാവും. ഞാൻ എവിടെ ചെന്നാലും എൻ്റെ നിഴലുണ്ട്, എവിടെ ചെന്നാലും എൻ്റെ പ്രതിബിംബുണ്ടെന്ന് പറയുന്ന പോലെ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്നവരെ പ്രശ്നങ്ങൾ പിന്തുടരും. എന്നാൽ നേരിടുന്നവരാകട്ടെ അനുഭവത്തിൽ മനസ്സിലാവും, ഓരോ ദിവസം കഴിയും തോറും ഞാനിതാ കൂടുതൽ കൂടുതൽ പ്രബലനായിരിക്കുന്നു, കരുത്തനായിരിക്കുന്നു. ഇതിൽ സംശയമില്ല. അങ്ങനെ സ്വധർമാചരണം ചെയ്യുക. ഇങ്ങനെ സ്വധർമ്മത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ പറഞ്ഞു. ഒന്ന്, വേദം, സ്മൃതി, മഹാജനങ്ങളുടെ ശീലം, തൻ്റെ സന്തോഷം എന്നിവയ്ക്ക് അനുസൃതമായി മനസ്സിലാക്കണം. രണ്ട്, ഇതിനൊക്കെ അപ്പുറത്ത് അഡ്രസ്സ് മാറി ആർക്കും ഒന്നും വരുന്നില്ലെന്നതുകൊണ്ട് പ്രാപ്തമായതിനെ സ്വധർമ്മമായി മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. ഈ രണ്ട് നിലയ്ക്കും മനസ്സിലാക്കിയാൽ അടുത്ത വാക്യം പറയാം. അങ്ങനെയുള്ള സ്വധർമ്മം ചിലപ്പോൾ ചിലർക്ക് വിഗുണമാണെന്ന് തോന്നിയേക്കാം. പോരാട്ടോ, എൻ്റെ പണി, അവൻ്റെ പണിയാ നല്ല പണി, എൻ്റെ പണി പോരാ എന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. ഭഗവാൻ പറയാണ്, നിൻ്റെ പണിയാണ് ഏറ്റവും നല്ലത്. ശ്രേയാൻ, നിനക്ക് ഏറ്റവും നല്ല പണി നിൻ്റെ പണിയാണ്. നീ ജീവിതത്തിൽ ഉള്ള അവസ്ഥയാണ് നിന്നെ സംബന്ധിച്ച് ഏറ്റവും നല്ല അവസ്ഥ. അതിൽ നിന്ന് ഉയരാൻ ശ്രമിക്കൂ. എന്നും അതിൽ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ എന്നും ഇരിക്കണമെന്ന് ഭഗവാൻ പറഞ്ഞിട്ടില്ല. എന്ന് ഉയരാൻ ശ്രമിക്കൂ. പക്ഷേ ഈ വർത്തമാനത്തിൽ ഇതാണ് ഏറ്റവും നല്ലത്. നിന്റെ ധർമ്മം, ഈ പ്രപഞ്ചത്തിൻ്റെ അതിവിപുലമായ വ്യവസ്ഥയിൽ എന്ത് നിനക്ക് പ്രാപ്തമായിരിക്കുന്നുവോ ആ ഒരവസ്ഥ, ആ ഒരു ധർമ്മം, ഇത് ശ്രേയാൻ, അങ്ങേയറ്റം ഉത്കൃഷ്ടതമമാണ്.
പരധർമാത് സ്വനുഷ്ഠിതാത്. നല്ലപോലെ അനുഷ്ഠിക്കപ്പെടുന്ന പരധർമ്മത്തെക്കാൾ ഈ നല്ലപോലെ അനുഷ്ഠിക്കപ്പെടുന്ന എന്നുള്ളത് ദൂരേന്ന് നോക്കുമ്പം തോന്നണതാ. എന്താപ്പം അവരുടെയൊക്കെ സുഖം എന്നറിയോ എന്ന് നമുക്ക് ഇവിടുന്ന് നോക്കുമ്പം തോന്നും. അതിൽ ഉള്ളിപ്പെട്ടിരിക്കുമ്പോഴേ അറിയുള്ളൂ അവരുടെയൊക്കെ കഷ്ടപ്പാടെന്താന്ന്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. രാജാവിന് വലിയ സുഖം എന്ന് പ്രൊജക്റ്റ് തോന്നി, രാജാവിന് ഉറക്കമില്ല എന്നുള്ളത് രാജാവിനല്ലേ അറിയുള്ളൂ. ദൈവങ്ങൾക്ക് നല്ല സുഖാന്ന് നമുക്ക് ഇവിടുന്ന് തോന്നും, ദേവതകളുടെ കഷ്ടപ്പാട് അവർക്കല്ലേ അറിയുള്ളൂ. ബ്രഹ്മാവിൻ്റെയൊക്കെ കഷ്ടപ്പാട് എന്തായിരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കൂ. വിഷ്ണുവിൻ്റെ കഷ്ടപ്പാട് എന്തായിരിക്കും? ഭഗവാനെ ആലോചിച്ചിട്ട് തന്നെ വിഷമം വരണോ ഇല്ലേ? അതെ, ഭർതൃഹരി പണ്ട് ആലോചിച്ചത് ഓർമ്മയില്ലേ? ഭർതൃഹരി പണ്ട് നമസ്കരിക്കണം എന്ന് വിചാരിച്ചു ബ്രഹ്മാവിനെ നമസ്കരിക്കാൻ പോകാമെന്ന് വിചാരിച്ചപ്പോൾ ബ്രഹ്മാവ് എങ്ങനെയായിരിക്കണത്? ഈ കൊശവൻ പാത്രങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ ഈ ലോകത്തിൽ വിവിധ ജീവസൃഷ്ടികളെ ചെയ്തുകൊണ്ട് ക്ഷീണിച്ച് വിയർത്തൊലിച്ചിരിക്കുക. ഓ പാവം, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? വിഷ്ണുവിനെ ആയിക്കളയാം. നോക്കുമ്പോൾ വിഷ്ണു മഹാസങ്കടത്തിൽപ്പെട്ടിരിക്കുക. മത്സ്യമായിട്ടും കൂർമായിട്ടും പന്നിയായിട്ടും ഒക്കെ അവതരിച്ചു. മനുഷ്യന്മാരതിനെയൊക്കെ പിടിച്ച് തിന്നപ്പോൾ എന്നാ പിന്നെ ഇനി തിന്നാത്ത രൂപത്തിൽ വരണം എന്ന് വിചാരിച്ചു. നരസിംഹ ഇങ്ങനെ പല രൂപഭാവങ്ങളിൽ ഭഗവാൻ മാറിക്കൊണ്ടിരിക്കുക. എന്നാൽ പിന്നെ ഇനിയിപ്പോൾ ആരെയാ നമസ്കരിക്കുക? ശിവനെ ആയിക്കളയാം. ശിവനെ നോക്കിയപ്പോൾ നമസ്കരിക്കാൻ നോക്കുമ്പോൾ മൂപ്പരൊരു തലയോട് കൊടുത്ത് ഇറങ്ങാൻ പുറപ്പെടുക. വിശ്വതുണ്ടാകും. ഭഗവാനെ ഇനിയിപ്പോൾ ആരെയാ നമസ്കരിക്കുക? എന്നാൽ പിന്നെ സൂര്യനെ ആയിക്കളയാന്ന് വിചാരിച്ചു. സൂര്യൻ നമസ്കരിക്കണം നിന്നിട്ട് വേണ്ടേ? കറങ്ങ തന്നെ. ശ്രദ്ധിക്കുക. ബ്രഹ്മായേന കുലാലവന്നിയമിതോ ബ്രഹ്മാണ്ഡ ഭാണ്ഡോദരേ വിഷ്ണുർയേന ദശാവതാരഗഹനേ ക്ഷിപ്തോ മഹാസങ്കടേ രുദ്രോ യേന കപാലപാണിപുടകേ ഭിക്ഷാടനം കാരിത സൂര്യോ ഭ്രാമ്യതി നിത്യമേവ ഗഗനേ തസ്മൈ നമഃ കർമ്മണേ. അവസാനം ഭർതൃഹരി കർമ്മത്തെ നമസ്കരിച്ചു. അപ്പോൾ ഈ കർമ്മം ഹേതുവായിട്ട് എല്ലാവരും ഇങ്ങനെ കറങ്ങുക. അപ്പോൾ ഇത് ആലോചിക്കുമ്പോൾ മനസ്സിലാവും, ഇവിടെ നിൽക്കുമ്പോൾ തോന്നും അവിടെ ഉള്ള ആൾക്ക് വലിയ സുഖമാണ്. അവിടെ അങ്ങോട്ട് പോയി നോക്കുമ്പോഴേ അറിയുള്ളൂ അതിൻ്റെ വിഷമം എത്രയാണെന്നുള്ളത്. ഇത് നമ്മൾ പലപ്പോഴും ഓർമ്മിക്കാറില്ല. അതുകൊണ്ട് താൻ ഇരിക്കുന്നിടത്ത് ഒന്ന് സന്തോഷം കണ്ടെത്താൻ കഴിഞ്ഞാൽ എല്ലായിടത്തും സന്തോഷം കണ്ടെത്താം. താൻ ഇരിക്കുന്നിടത്ത് സന്തോഷം കണ്ടെത്തുക എന്നുള്ളത് ഈ പറഞ്ഞതാരും തെറ്റിദ്ധരിക്കരുത്. താൻ ഇരിക്കുന്നിടത്ത് നിന്ന് ഉയരണ്ടെന്ന് പറഞ്ഞു എന്നൊരിക്കലും അർത്ഥമില്ല. പരമാവധി ഉയരാൻ പരിശ്രമിക്കണം എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഉയരാൻ പരിശ്രമിക്കുന്നതോടൊപ്പം തന്നെ താൻ ഇരിക്കുന്ന അവസ്ഥയിൽ തൃപ്തി കണ്ടെത്തണം. ജീവിതത്തിൽ സംതൃപ്തി വേണം. അതൊരു ജീവിത വീക്ഷണമാണ്. അര ഒഴിഞ്ഞത് കാണാതെ അര നിറഞ്ഞത് കാണുക, രണ്ടും ഒന്ന് തന്നെയാ. ഒരു കപ്പിൻ്റെ പകുതി ചായ ഒഴിച്ചു എന്ന് പറഞ്ഞാൽ അത് അര ഒഴിഞ്ഞതാണെന്നും പറയാം, അര നിറഞ്ഞതാണെന്നും പറയാം. അര ഒഴിഞ്ഞത് കാണാതെ അര നിറഞ്ഞത് കാണാൻ ശീലിക്കുക. സന്തോഷം, എപ്പോഴും സന്തോഷം. എന്തെങ്കിലും ചെയ്ത് കിട്ടുന്നതല്ല സന്തോഷം, അത് നമ്മുടെ ഒരു മനോഭാവമാണ്. അങ്ങനെ ഇരിക്കുന്നിടത്ത് സന്തോഷത്തോടു കൂടി ഇരുന്ന് കൂടുതൽ ഉയരാൻ പരിശ്രമിച്ചോളൂ. അല്ലാതെ ഇവിടെ ഇരുന്നിട്ട് അവിടെയാ പച്ച എന്ന് വിചാരിക്കേണ്ട. അവിടെ ഇരിക്കുമ്പോൾ അതിൻ്റെ അപ്പുറത്തേരിക്കും പച്ച, അതിൻ്റെ അപ്പുറത്തേരിക്കും. ഇപ്പം പിന്നെ എല്ലായിടത്തും പച്ച തന്നെ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇക്കരയും അക്കരയും ഒക്കെ പച്ച തന്നെയാണ്. ഞങ്ങളുടെ മണ്ണിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഇപ്പോൾ തന്നെ അങ്ങനെ ബോർഡ് വെച്ചാൽ ഭഗവാനെ കുറച്ച് കഴിഞ്ഞ് എന്താവും എന്നുള്ളത് ആലോചിച്ചിട്ട് വേവലാതി. അതുകൊണ്ട് തിരിച്ചു വരുമ്പോൾ ആ വഴിക്ക് വന്നില്ല, വേറെ വഴിക്കാ വന്നേ. അപ്പം മറ്റൊന്ന് കണ്ടു, ചുമന്ന മണ്ണും കാവി മണ്ണും ഒക്കെ. ഇന്നലെ പറഞ്ഞ ദൃഷ്ടാന്തം ഓർമ്മ ഉണ്ടെങ്കിൽ ഇത് കേട്ടാൽ ഇതിൽ മനസ്സിലാവുള്ളൂ അർത്ഥവ്യാപ്തി. അതായത് ഒന്നുകൂടി പറയാം, ഞങ്ങളുടെ മണ്ണിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഒരു ബാനർ മുകളിൽ മുസ്ലിം ലീഗ്, സൈഡിൽ MSF, താഴത്ത് യൂത്ത് ലീഗ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്.
ഇതൊക്കെ കണ്ടു. ഞങ്ങളുടെ മണ്ണിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഭഗവാനെ, ഈ കോഴിക്കോട് ജില്ലയിൽ പേരാമ്പ്രയ്ക്കടുത്ത് ഇങ്ങനെ ബോർഡ് വെച്ച് എന്താവും സ്ഥിതി? എന്തായാലും ഇപ്പം അങ്ങനെയാണ് തിരിച്ചു പോകണ്ടായില്ലേ എന്ന് വിചാരിച്ചു. അപ്പുറത്ത് കൂടെ അങ്ങനെ വളഞ്ഞു വരുമ്പോഴാണ് കാണുന്നത് ചുമന്ന മണ്ണിലേക്ക് സ്വാഗതം, അപ്പുറത്ത് കാവി മണ്ണിലേക്ക് സ്വാഗതം. എടേ, യവൻ കാവിയും ചുവപ്പുമായിട്ട് കലഹിക്കുകയാണല്ലോ. അവൻ ഒറ്റക്കെട്ടായി ഞങ്ങളുടെ മണ്ണിലേക്കെന്ന് പറയുകയാണല്ലോ. സാരല്ല, ചുവപ്പ് കുറേ വെയിൽ കൊണ്ടാൽ കാവിയാവും. തമാശ പറയാന്ന് വിചാരിക്കരുത്. അവിടെയാണ് വേദത്തിലെ മന്ത്രം നമ്മിലേക്ക് വരുന്നത്. സംഗച്ഛധ്വം സംവദധ്വം. നിങ്ങൾ ഒന്നിച്ച് നല്ലതിലേക്ക് നടക്കുവിൻ, നിങ്ങൾ ഒന്നിച്ച് നല്ലതിനെ പറയുവിൻ. ഒന്നിച്ച് ശ്രദ്ധിക്കുക. അങ്ങനെ ഒന്നിച്ച് നമുക്ക് ഉയരാം. ഏതായാലും സ്വധർമാചരണം യോഗമായി അനുഷ്ഠിക്കുമ്പോൾ അത് കർമ്മയോഗം. ശരി, നാളെ കൃത്യസമയത്തിന് ഒത്തുകൂടാമെന്ന് വിചാരിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഒടുവിൽ പറയാം. പറഞ്ഞില്ലാച്ചാൽ ഓർമ്മിപ്പിക്കുക. എന്താ അങ്ങനെ പറഞ്ഞു?